ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണ്ണൂർ സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോമ്പിനൊക്കെ ഇത് ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്, ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ബനാനനെ 2 പീസായി കട്ട് ചെയ്തിട്ട് അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല നേന്ത്രപ്പഴം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പിന്നെ പഴുത്തത് മറിച്ചിട്ടാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചുവിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നൊരു സ്നാക്കാണ് കേട്ടോ. വൈകുന്നേരത്തെ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു മധുരം കൊടുക്കണം എന്നുള്ളപ്പോൾ ഇതാണ് ഉണ്ടാക്കുക. പണ്ടൊക്കെ ശരിക്കും കായ്പോളയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കായ്പോളക്ക് പകരമായിട്ട് അല്ലെങ്കിൽ കായ്പോളൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കും കൂടിയാണ്. പക്ഷേ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്, അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് പഴം. അപ്പോൾ ഇനി നമുക്കിത് പൊട്ടിപ്പോവാതെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിൽ ഒരു 1.5 ടീസ്പൂൺ ഒഴിച്ചാലും മതി. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബദാം പിസ്ത വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ചിരകി എടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് മൂത്ത് വരില്ലേ, തേങ്ങ ഒരു മണം വരും. മൂത്ത് വരുമ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കുക. കളറൊന്നും മാറാൻ പാടില്ല, വെള്ള കളറിൽ തന്നെ കിട്ടുകയും വേണം. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ഇത് വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തേങ്ങയുടെ മൂത്ത മണം വരുന്നത് മാത്രം നോക്കിയാൽ മതി കേട്ടോ, സമയമൊന്നും നോക്കണ്ട. അപ്പോൾ നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയ്ക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വോയിസിന് ചെറിയ പ്രശ്നം ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായ ആണ്. ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അത് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ ഒരു മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നമുക്കിനി ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് മുട്ടയുടെ ഒരു കൂട്ടുണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട എടുക്കുന്നുണ്ട്. 3 മുട്ടയൊക്കെ മതി. ഞാൻ ഒരുപാട് വലുപ്പമുള്ള സോസ് പാനിലല്ല ഇത് ഉണ്ടാക്കുന്നത്, ഒരു ചെറിയൊരു സോസ് പാനാണ് എടുക്കുന്നത്. അതിലേക്ക് ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഇതൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് നല്ലൊരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇനി ഞാനിത് ഈ ഒരു സോസ് പാനാണ് എടുക്കുന്നത്. അതിൽ നന്നായിട്ടൊന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മുട്ടേൻ്റെ പകുതി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം മുട്ട ഒന്ന് കുക്കാവുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുട്ടയുടെ മേലെയായിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ 3 നേന്ത്രപ്പഴം വേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വലുപ്പമുള്ള നേന്ത്രപ്പഴമല്ല, ഒരു മീഡിയം സൈസിൽ 3 നേന്ത്രപ്പഴം. അത്യാവശ്യം പഴുത്തതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് താഴത്തെ ലെയർ മൊത്തമായിട്ട് നമുക്കിതുപോലെ നേന്ത്രപ്പഴം ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു പണ്ടം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പണ്ടെന്ന തേങ്ങാപ്പണ്ടം എന്നാണ് പറയുക. അപ്പോൾ ഈ തേങ്ങാപ്പണ്ടം നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ തേങ്ങ മൊത്തമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ. കുറച്ച് അധികം തേങ്ങ ഉണ്ടെങ്കിൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും.
അപ്പം നമുക്ക് പണ്ടം മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ കാഷ്യൂനട്ടും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ബാക്കി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം പകുതി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി പകുതി മൊത്തമായിട്ട് ഒന്ന് കവർ ചെയ്യുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ മുട്ട കൂട്ടുണ്ടാക്കുന്ന സമയത്ത് മൈദ ചേർത്തിട്ടില്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇത് മേലെ ഭാഗം നന്നായിട്ട് വേവില്ല, നന്നായിട്ട് സെറ്റായി കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ മൈദ ചേർക്കാൻ പറഞ്ഞത്. അപ്പോൾ മൈദ എല്ലാവരും കഴിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി മുട്ടക്കൂട്ടിൽ. അപ്പോൾ ഇനി ബാക്കിയുള്ള ചെറിയ വിടവൊക്കെ ഉള്ളിടത്ത് ഞാൻ ചെറിയ ചെറിയ പീസ് പഴം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള മുട്ടക്കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. മൊത്തമായിട്ട് അത് നമ്മൾ വെന്ത് വരുന്ന സമയത്ത് ഒരു ലെയർ പോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടിയിലൊരു ദോശക്കല്ല് വെക്കണം, എന്തെങ്കിലും ഒരു കല്ല് വെക്കുക പഴയത്. അതിൻ്റെ മേലെ വേണം ഇത് കുക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുക. സമയം പറയുന്നില്ല, തൊട്ട് നോക്കും മേലെ ഭാഗം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അത്രയും ആയാൽ മതി. ഏകദേശം ഒരു 10-20 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് അത്രയും ചെയ്താൽ മതി. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക, നേന്ത്രപ്പഴവും തേങ്ങയും ഒക്കെ കൂടിയായിട്ട്. അപ്പോൾ അതേ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.